വിമാനത്തിലെ യാത്രക്കാരിക്ക് മേൽ സഹയാത്രികൻ മൂത്രമൊഴിച്ച കേസിൽ എയർ ഇന്ത്യക്കെതിരെ നടപടിയെടുത്ത് വ്യോമയാന മന്ത്രാലയം. എയർ ഇന്ത്യക്ക് 30 ലക്ഷം രൂപ പിഴ ചുമത്തി. സംഭവത്തിൽ പൈലറ്റ് ഇൻ കമാൻഡിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. എയർ ഇന്ത്യയുടെ ഡയറക്ടർ ഇൻ ഫ്ലൈറ്റിന് 3 ലക്ഷം രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. വ്യോമയാന നിയമത്തിന്റെ 141 ചട്ടം ലംഘിച്ചതിനാലാണ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലിന്റെ നടപടി. യാത്രക്കാരുടെ പരാതിയിൽ നടപടിയെടുക്കാൻ വൈകിയതിന് എയർ ഇന്ത്യക്ക് 30 ലക്ഷം രൂപ പിഴ ചുമത്തി. വിമാന സർവീസുകളുടെ ഡയറക്ടർ വസുധ ചന്ദ്രയ്ക്ക് 3 ലക്ഷം രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ വിമാനം നിയന്ത്രിച്ചിരുന്ന പൈലറ്റിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. നവംബർ 26-നാണ് ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ 72-കാരിയുടെ ദേഹത്ത് മദ്യലഹരിയിൽ ശങ്കർ മിശ്ര എന്ന യാത്രക്കാരൻ മൂത്രമൊഴിച്ചത്. വിമാന ജീവനക്കാരോട് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും വിമാനം ഡൽഹിയിലെത്തിയപ്പോൾ കൂസലില്ലാതെ ഇയാൾ ഇറങ്ങിപ്പോയെന്നും പരാതിക്കാരി പറഞ്ഞു. ഇതേ തുടർന്നാണ് അതിക്രമത്തിനിരയായ യാത്രക്കാരി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരന് പരാതി നൽകിയത്. പരാതിക്ക് പിന്നാലെ എയർ ഇന്ത്യ ശങ്കർ മിശ്രയെ 30 ദിവസത്തേക്ക് വിമാനയാത്രയിൽ നിന്ന് വിലക്കി. സംഭവം കൈകാര്യം ചെയ്ത ജീവനക്കാരോട് വിശദീകരണം തേടുകയും അന്വേഷണത്തിന് ആഭ്യന്തര സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. മോശമായോ അനുചിതമായോ പെരുമാറുന്ന യാത്രക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ എയർലൈൻസ് ജീവനക്കാർ പരാജയപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്ന് ഏവിയേഷൻ റെഗുലേറ്ററായ DGCA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ.